Hi all, The Rape of the Lock Canto 1 by Alexander Pope. എൻ്റെ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻസ നമ്പർ 4. സ്റ്റാർട്ടിംഗ് ഫ്രം fairest of mortal thou distinguish care to the fair and innocent shall still believe. In this stanza, the poet says that the spirit addresses Belinda as the most beautiful of all mortals. He says that she is a special case of thousands of airy spirits. ഒരു 1000-ഓളം എയറി സ്പിരിറ്റ്സ് ഓർ ദ സെൽഫ്സിൻ്റെ കെയറിലൂടെ ജീവിക്കുന്ന ഒരു ഫെയറസ്റ്റ് ആൻഡ് പ്രറ്റിയസ്റ്റ് ലേഡിയാണ് ബെലിൻഡ എന്നാണ് പോയറ്റ് ഇതിലൂടെ പറയുന്നത്. He asks her to remember the fairy tales and religious story she heard as a child. കുട്ടിക്കാലത്ത് കേട്ട കഥകളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കാൻ പറയുന്നുണ്ട്. ഫെയറി ടൈൽസിൻ്റെയും റിലീജിയസ് സ്റ്റോറീസൊക്കെ അതൊക്കെ ഒരു സ്പിരിറ്റ്സ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ദ ഫെയറി ടെയിൽസ് ഗീവ് എ സിൽവർ കോയിൻ ടു ദാറ്റ് ഷൂ. ഒരു ബിലീഫാണ്, അതൊരു നഴ്സറി ടെയിലാണ് ഇതിൽ പറയുന്നത്. He mentioned the beliefs in elves, angels and supernatural visitation. He urges her to listen and believe in these invisible powers. He tells her to recognize her own importance. She should not limit her thoughts only to earthly things. Earthly thingsനോട് ഒരു കാര്യവും ലിമിറ്റ് ചെയ്യരുത്, അവരുടെ തോട്ട്സ് ഒന്നും ലിമിറ്റ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. And he explains that hidden truths are revealed only to maid and children. To maids alone and children are revealed. ആ ഒരു ലൈൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. He explains that hidden truths are revealed only to maids and children. Even if clever people doubt these things, the pure and innocent will continue to believe. ഇതിൻ്റെ വളരെ ഷോർട്ട് സമ്മറി പറഞ്ഞാൽ, ദ സ്പിരിറ്റ് ടെൽ ബെലിൻഡ ദാറ്റ് ഷീ ഈസ് സ്പെഷ്യലി പ്രൊട്ടക്റ്റഡ് ബൈ സം ഇൻവിസിബിൾ സ്പിരിറ്റ്സ് ആൻഡ് urge her to believe in supernatural powers, reminding her that such hidden truths are meant for the innocent and pure or the purity. ഇതാണ് ഈ ഒരു 4th സ്റ്റാൻസയിൽ പറയുന്നത്. In next para, we are going to see about the origin of the sylphs. Ariel tell Belinda that countless invisible spirits surrounds her. ഒത്തിരി ഇൻവിസിബിൾ ആയിട്ടുള്ള സ്പിരിറ്റ്സ് ബെലിൻഡയുടെ ചുറ്റിനുമുണ്ട് എന്ന് ഏരിയൽ സ്പിരിറ്റ്സ് പറഞ്ഞു. ദീസ് സ്പിരിറ്റ്സ് ഫോം എ ലൈറ്റ് ആർമി ഓഫ് ലോവർ സ്കൈ. നമുക്ക് ചുറ്റും ഒരു മിലിറ്റേനിയസ് പവർ പോലെ, സോൾജിയേഴ്സ് പോലെ അവരിങ്ങനെ ഫ്ലീ ചെയ്യുന്നുണ്ട്. Though unseen, they constantly protect her, hovering around her belonging. അവളിങ്ങനെ ഭയങ്കര കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ആ ഒരു എയറി സ്പിരിറ്റ്സ്. Her supernatural protection is greater than human servant like pages and chairs. Once upon a time, we all are humans, but now we are spirits എന്നാണ് ഇവിടെ പറയുന്നത്. The spirits explained that they were once a beautiful woman. After death, they changed gently from human bodies to airy forms. മരണശേഷം അവരെന്തായി മാറി? ഹ്യൂമൻ ബോഡീസിൽ നിന്നും എയറി ഫോംസായി, എയറി സ്പിരിറ്റ്സായി മാറി. വിമൻസ് ലവ് ഫോർ വാനിറ്റി ആൻഡ് ഫാഷൻ ഡസ് നോട്ട് എൻഡ് വിത്ത് ഡെത്ത്. ഒരു സ്ത്രീയുടെ ലവ് ഫോർ വാനിറ്റി ആൻഡ് ഫാഷനോടും വാനിറ്റിയോടൊക്കെ ഉള്ളൊരു പ്രണയം, ഇഷ്ടം, അതൊരിക്കലും മരണം കൊണ്ടും അവസാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈവൻ ആഫ്റ്റർ ഡെത്ത് ദേ സ്റ്റിൽ കെയർ അബൌട്ട് ഗെയിംസ്, ബ്യൂട്ടി, പ്ലഷേഴ്സ്. മരണശേഷവും അവർ എന്തിനൊക്കെ കെയർ അബൌട്ട് ആവുന്നുണ്ട്? ഗെയിംസിനെ കുറിച്ച്, ബ്യൂട്ടി, പ്ലഷേഴ്സിനെയൊക്കെ കുറിച്ച് കെയർ ആവുന്നുണ്ട്. ഡിഫറെൻറ്റ് വിമൻ ബിക്കം ഡിഫറെൻറ്റ് സ്പിരിറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ. ഓരോ ആൾക്കാരുടെ നേച്ചർ അനുസരിച്ചാണ് അവർ ഓരോരോ സ്പിരിറ്റ്സായി മാറുന്നത്. ഇവിടെ ഒരു 4 സ്പിരിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫയർ സ്പിരിറ്റ്, വാട്ടർ സ്പിരിറ്റ്, എർത്ത് സ്പിരിറ്റ് ആൻഡ് ദി എയർ സ്പിരിറ്റ്. ഫെയറി ആംഗ്രി വിമൻ ബിക്കം സാൽമാൻഡേഴ്സ്. അത് ഫയർ സ്പിരിറ്റ്സിനെ കാണിക്കുന്നു. ജെൻറ്റിൽ സോഫ്റ്റ് വിമൻ ബിക്കം നിംസ്, വാട്ടർ സ്പിരിറ്റ്സ്.
Serious, strict women become genome, earth spirit. Light, flirtatious women become sylphs, air spirit. So here, the sylphs enjoy flying freely in the air, playful and graceful. ഇവിടെ sylphs വളരെ ഫ്രീ ആയിട്ട് എയറിലൂടെ ഇങ്ങനെ പാറി പറന്ന് നടക്കുവാണ്. ആൻഡ് ദി sylphs protects from everything. ഓക്കെ, sylphs ഈ ഫ്ലൈറ്റിയസ് വിമണിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് sylphs. sylphs എല്ലാത്തിൽ നിന്നും ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് എല്ലാവരെയും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇതായിട്ടാണ് ഇരിക്കുന്നത്. സോ ഈ ഒരു പാരഗ്രാഫിൽ ആ ഒരു സെൽഫ്സിൻ്റെ ഒറിജിനെ കുറിച്ചും ദ വിമൻസ് ലവ് ഫോർ വാനിറ്റി ആൻഡ് ഫാഷനെയൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു പാരയിൽ പറയുന്നത്. നെക്സ്റ്റ് ആൻസർ. നോ ഫർദർ എറ്റ് ഹൂ എവർ ഫെയർ ആൻഡ് ചേസ്റ്റ് ഫ്രം ദോ ഓണർ ഇസ് എ വേർഡ് വിത്ത് മെൻ ബിലോ. ആ സ്റ്റാൻസയുടെ അനാലിസിസ് നോക്കാം. Ariel explains that beautiful and chaste women are protected by sylphs. A sylph stays close to any woman who rejects improper advances from men. Spirits are free from human limits and can change their form or sex easily. സ്പിരിറ്റ്സിനെ കുറിച്ചിട്ടാണേ. Sylphs guard young women's purity, especially during court dances, masquerades, social gathering. ഈ ടൈമിലൊക്കെ സെൽഫ്സ് ആ ഒരു വിമൻ്റെ പ്യൂരിറ്റി വളരെ ബ്യൂട്ടിഫുള്ളി ആയിട്ട് അവർ ഗാർഡ് ചെയ്യും ഈ ഒരു 3 ടൈംസിൽ. ആൻഡ് ദേ പ്രൊട്ടക്റ്റ് വിമൻ ഫ്രം ഡേറ്റ്ഫുൾ ഫ്രണ്ട്സ്, ബോൾഡ് ലവേഴ്സ്, സീക്രട്ട് ഗ്ലാൻസസ് ആൻഡ് വിസ്പേഴ്സ്. വെൻ ടെംപ്റ്റേഷൻ ഇൻക്രീസസ് ത്രൂ മ്യൂസിക്, dancing and romance, sylphs remain alert. When temptation increases through music, dancing and romance, sylphs remain alert. Then, what humans call honor and virtue is actually the work of protective sylphs according to the spirits. ഈ ഒരു പാരഗ്രാഫിൽ മുഴുവൻ പറയുന്നത്, these lines humorously suggest that women's honor is guarded not by her own will, but by an invisible spirits or sylphs. ഒരു വിമൻ്റെ ഫുള്ളായിട്ടും ഓണർ ഫുള്ളായിട്ട് ഗാർഡ് ചെയ്യുന്നത് അവരുടെ ഓൺ വിൽ മാത്രമല്ല, ബട്ട് ബൈ ഇൻവിസിബിൾ sylphs. Next paragraph starts with, some nymphs are there, too conscious of their face, too, and little hearts to flutter at a view. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം. Some women are overly aware of their beauty. Such women are destined to become genome after death. അവർ earth spirits ആയി മാറും അല്ലേ. അങ്ങനെ വിചാരമുള്ള ഒരു ഓവർലി ബ്യൂട്ടി, അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ earth spirits ആയി മാറും. Their pride grows when they reject love and marriage offer. ലവ് മാരേജ് ഓഫേഴ്സൊക്കെ റിജക്റ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ പ്രൈഡ് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ദേ ഇമാജിൻ ഗ്രേറ്റ് സോഷ്യൽ സക്സസ് ആൻഡ് ഹൈ സ്റ്റാറ്റസ്. അവരുടെ ഇമാജിനേഷൻ എപ്പോഴും ഹൈ ആയിട്ടുള്ള സോഷ്യൽ സ്റ്റേറ്റസുകളും സോഷ്യൽ സക്സസ്സുകളും ഒക്കെ ആയിരിക്കും. They dream of lords, duke, title, honor and respect. അവരുടെ ഡ്രീമിൽ എപ്പോഴും വലിയ വലിയ ചിന്തകളും വലിയ വലിയ ആൾക്കാരുമായിരിക്കും. ലോഡുകൾ, ഡ്യൂക്സ്, ഒത്തിരി ടൈറ്റിൽസ് ഏൺ ചെയ്യണം, ഒത്തിരി ബഹുമതികൾ ഏറ്റുവാങ്ങണം, ഒത്തിരി റെസ്പെക്ട്സ് ഉണ്ടാവണം എന്നൊക്കെ ആയിരിക്കും. ബീയിങ് അഡ്രസ്ഡ് ആസ് യുവർ ഗ്രേസ് ഫ്ലാറ്റേഴ്സ് ദയർ വാനിറ്റി. These thoughts corrupt the female mind at an early age. യുവർ ഗ്രേസ് എന്നൊരു അഡ്രസ്സ്, എന്നൊരു ടൈറ്റിൽ ഇവരിലേക്ക് വരുന്ന നിമിഷം തൊട്ട്, ആ ഒരു തോട്ട് വരുന്ന തൊട്ട് ഒരു ഫീമെയിൽ മൈൻഡ് കറപ്റ്റഡ് ആകാനായി തുടങ്ങും. യങ് ഗേൾസ് ആർ തോട്ട് ടു ഫ്ലർട്ട് ഡെലിബറേറ്റ്ലി. ദേ ലേൺ ടു ബ്ലഷ് ഓൺ പർപ്പസ് ആൻഡ് ഫ്ലാറ്റർ അറ്റ് ഹാൻസം മെൻ. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിലൂടെ പോപ്പ് ഈസ് സറ്ററൈസ് ഫീമെയിൽ വാനിറ്റി by showing how pride and ambition train young women in artificial flirtation from an early age. ആ ഒരു പ്രൈഡ്, അങ്ങനെ വലിയ വലിയ ചിന്തകൾ,
ഒരു ബ്യൂട്ടിയിലേക്ക് ഒത്തിരി അവെയർ ആകുന്നവരുടെ കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു സ്റ്റാൻസയിലൂടെ പോപ്പ് സറ്റാറൈസ് ചെയ്യുന്നത്. റിമൈനിങ് 4 paragraph I will upload in the next section. Thanks for hearing.